നമ്മളെ ഗോപുദേവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ താളി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ദിവസം വീഡിയോ ഇട്ടു, നിങ്ങൾ പറിക്കാൻ പോകണമെന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ താളി പറിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ, താളി പറിച്ചിടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇഷ്ടമാതിരി ചെമ്പരത്തിൻ്റെ അപ്പം ഇങ്ങനെ കമ്മോ ആണെന്നതാണ് നമ്മുടെ ചെമ്പരത്തി. ഇത് ഞങ്ങളെ ശനിവല്ലം തന്നെ വിട്ടിട്ട് കേട്ടോ. ചുവന്ന ചെമ്പരത്തിയാണ്. അപ്പം നമുക്ക് ചെമ്പരത്തിയാണ് ഓരോന്നോരോന്ന് പറിച്ചിട്ട് ഇടിക്കിടാം. ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും പറിക്കാറ് കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ കുറേ ചെമ്പരത്തികളുണ്ട്. അപ്പം ഞാൻ സാധാരണ ഞാൻ താളി ശനിയാഴ്ചകളിലാണ് അരയ്ക്കാറ്. പക്ഷേ ഇന്ന് ഒരു മൂഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ താളി ഒരു നല്ലൊരു മൂഡ് താളി ഉണ്ടാക്കിയാലോ എന്നൊരു, അല്ലാച്ചെങ്കിൽ ശനിയാഴ്ചകളിൽ ഞാൻ വേണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാക്കാറ്. അപ്പം ഇന്ന് അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചൊരു ഈവനിങ് വ്ളോഗും കൂടി എടുക്കാമെന്ന്, അതുകൊണ്ടാണ് ഞാനിത് പറിച്ചത്. അപ്പം ഞാനിത് പറിച്ചിട്ട് ഇങ്ങനെ അത് കാണിച്ചിട്ട് ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഹെയറിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് അരയ്ക്കണം. അതിന് മുന്നേ നമ്മൾ നല്ലവണ്ണം വാഷ് ചെയ്യണം. നമ്മുടെ ചെമ്പരത്തി തല നല്ലവണ്ണം കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മൾ തിരുമ്പുമല്ലോ, തിരുമ്പണൊക്കെ ഇല്ലേ, അതൊന്നും വേണമെങ്കിൽ അരച്ചാട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഇത് അരയ്ക്കുന്നത് നമ്മുടെ മിക്സിയിലാണ്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ലൂസായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല തലയെ തേക്കാനൊക്കെ സുഖം. മറ്റേത് കുറച്ചിങ്ങനെ അരയൊക്കെ ഉള്ളു ചെറുതായിട്ട്. അപ്പോൾ ഞാനിത് അടിച്ചിട്ട് ഇറക്കാമോ. ഇതിൻ്റെ ജാറിലേക്ക് നമ്മുടെ ചെമ്പരത്തി ഇട്ട് കൊടുക്കാം. നമുക്കിത് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുത്തിട്ട് എന്താ പറയുക, നമ്മളിത് അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പോയിട്ട് എന്ത് ചെയ്യാം, അടിച്ചിട്ട് വരാം. നമ്മുടെ ചെമ്പരത്തി തല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒഴിക്കാം. അങ്ങനെ നമുക്ക് കണ്ണിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തപ്പോൾ കേസ് ഇത് കഴിക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ താളീൻ്റെ ഒരു പരുവത്തിലായിക്കോട്ടെ കേട്ടോ. നമുക്കിനി തലയിൽ തേക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ നമ്മൾ ഈ താളിയിലേക്ക് ഇടുന്നു. കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചെമ്പരത്തി മാത്രം എടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ. ഇലയും കൂടി എടുക്കാന്ന് വെച്ചെങ്കിൽ വേറൊരു കളറാട്ടോ വരിക. കോക്കനട്ട് ഓയിൽ കുറച്ച് നമുക്ക് തേക്കുന്നതിന് മുന്നേ തലയിൽ തേക്കാട്ടോ. സാധാരണ ഞാൻ തേക്കാറില്ല, പക്ഷെ ഞാൻ ഇന്ന് തേക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ചും കൂടി ഇതാക്കുമ്പോൾ മുടി പാറാതിരിക്കും. സാധാരണ അതൊക്കെ തേച്ചാൽ അങ്ങനെ മുടി അതൊക്കെ പാടുമല്ലോ. അപ്പോൾ ഈ നെക്സ്റ്റ് നമുക്ക് താളി എടുത്ത് തേക്കാട്ടോ. അത് നമ്മളിവിടെയാണ് തേക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ ഇത് തേക്കണം കേട്ടോ. ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ നല്ലതാണ് തേക്കാം. അപ്പോൾ ഇത് തേച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചപ്പോഴേക്ക് കേട്ടോ. ഞാനിത് മൊത്തത്തിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോ വേണമെന്നായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. ഏകദേശം ഞാനിപ്പോൾ അമ്പലത്തിക്കാണ് പോകുന്നത്. സമയം 6 മണിയൊക്കെ ആയപ്പോൾ വിളക്കാട്ടാനിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അമ്പലത്തിക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അമ്പലമൊക്കെ പൂട്ടി ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് മടിയും ചേട്ടനും നല്ല തണുപ്പുണ്ട് കേട്ടോ.